കൊറോണ രോഗബാധിതനായ വൈദികന്റെ ഹൃദയസ്പർശിയായ ക്ഷമാപണ വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ തേങ്ങലായി മാറി. സ്പെയിനിലെ സെന്റ് വിൻസെന്റ് പോൾ ഇടവക വികാരിയായ ഫാദർ ഗബ്രിയേലാണ് രോഗബാധിതനായി ഒറ്റപ്പെട്ട് കഴിയവേ യൂട്യൂബിലൂടെ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. കൊറോണ രോഗം സ്പെയിനിൽ തീവ്രമായി കൊണ്ടിരിക്കുകയാണ്. 200ഓളം പേർ മരണപ്പെട്ടു കഴിഞ്ഞു. 6000ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. നാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് വാൽഡിമറോയിലെ ഇടവക വൈദികന്റെ ഹൃദയസ്പർശിയായ വീഡിയോ പുറത്തു വന്നത്. രോഗബാധ സ്ഥിരീകരിച്ചതോടെ വൈദികനെ ഒറ്റയ്ക്ക് പാർപ്പിച്ചിരിക്കുകയാണ്. തനിക്ക് രോഗം വരാനിടയായവരുടെ ദേഷ്യമില്ലെന്നും താൻ മൂലം ആർക്കെങ്കിലും രോഗം ബാധിക്കപ്പെടാൻ ഇടയുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുന്നതായും വൈദികൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. Bueno, pero hablar de los padres de Irene. Me quiero acordar de Ricardo, de Tani y de muchas otras personas que van a estar por la UCI. രോഗം മൂലം മരിച്ചവരെയും അത്യാസന്ന നിലയിൽ കഴിയുന്ന ഇടവകക്കാരെയും ഓർമ്മിപ്പിച്ച വൈദികൻ വിശുദ്ധ കുർബാനയോ കുമ്പസാരമോ നൽകാനാവാത്തതിൽ വിഷമം പങ്കിട്ടു. Y le pido a Dios que esto llegue cuanto antes. Bueno, como veis, de mis lágrimas ahí salen un montón de coronavirus. Ahora estoy sembrándolo por todas partes. തന്റെ മുറിയിൽ ഒറ്റയ്ക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ പങ്കുചേരുവാനും വൈദികൻ ഇടവക ജനത്തോട് അഭ്യർത്ഥിച്ചു. രോഗത്തെ അതിജീവിച്ചുകൊണ്ട് ഉടൻ ഒന്നുചേരാമെന്ന് കരുതുന്നുവെന്നും ഫാദർ ഗബ്രിയേൽ പറഞ്ഞു. കൊറോണ രോഗബാധയെ തുടർന്ന് ഇറ്റലിയിൽ മാത്രം 11 വൈദികർ മരണപ്പെട്ടിരുന്നു. വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനകം അനേകർ ഏറ്റെടുത്തു കഴിഞ്ഞു. 8 ലക്ഷത്തിലേറെ പേർ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.